ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് LPUP എക്സാമിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ അഭിക്ഷമതാ പരീക്ഷകളാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ച് ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു അഭിക്ഷമതാ പരീക്ഷകളെക്കുറിച്ച്. അപ്പോൾ അതൊന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്കൊരു ഫൈനൽ റിവിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ഒരു തൊഴിലിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കാനുള്ള ഒരു വ്യക്തിയുടെ ശക്തിയെയാണ് അഭിക്ഷമത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അഭിക്ഷമത? ഓരോ വ്യക്തിക്കും നമ്മളെല്ലാവരും ഓരോ തൊഴിലിൽ ഏർപ്പെടാറുണ്ടല്ലേ. അപ്പോൾ ഏതെങ്കിലും തൊഴിലിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കാനുള്ള ഒരു വ്യക്തിയുടെ ശക്തി, അതാണ് അഭിക്ഷമത. സക്സസ് ആവാനുള്ള ഒരു ശക്തിയാണ് അഭിക്ഷമത. ഇനി ഭാവിയിൽ ഉണ്ടാകുന്ന നിർദ്ദിഷ്ട സിദ്ധിയിലേക്കുള്ള ശാക്യത അളക്കുന്ന സങ്കേതമാണ് അഭിക്ഷമത പരീക്ഷകൾ. അപ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന നിർദ്ദിഷ്ട സിദ്ധിയിലേക്കുള്ള ശാക്യത അല്ലെങ്കിൽ പൊട്ടൻഷ്യാലിറ്റി അളക്കുന്ന സങ്കേതത്തെയാണ് നമ്മൾ അഭിക്ഷമതാ പരീക്ഷകളെന്ന് പറയുന്നത്. ഇനി മിനസോട്ട സ്പെഷ്യൽ റിലേഷൻ ടെസ്റ്റ് അത് അളക്കുന്നത് അഭിരുചിയാണ്. അപ്പോൾ അഭിരുചി അളക്കുന്ന ഒരു ടെസ്റ്റാണ് മിനസോട്ട സ്പെഷ്യൽ റിലേഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ മിനസോട്ട സ്പെഷ്യൽ റിലേഷൻ ടെസ്റ്റ് അളക്കുന്ന അഭിരുചിയാണ്. അത് ആപ്റ്റിറ്റ്യൂഡിനെ അളക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഒരു തൊഴിലിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കാനുള്ളൊരു വ്യക്തിയുടെ ശക്തിയാണ് നമ്മൾ അഭിക്ഷമത എന്ന് പറയുന്നത്. ഭാവിയിൽ ഉണ്ടാകാവുന്ന നിർദ്ദിഷ്ട സിദ്ധിയിലേക്കുള്ള ശാക്യത അളക്കുന്ന സങ്കേതമാണ് അഭിക്ഷമതാ പരീക്ഷകൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് നമ്മളിപ്പോൾ നോക്കിയത്, മിനസോട്ട സ്പെഷ്യൽ റിലേഷൻ ടെസ്റ്റ്. അത് അളക്കുന്നത് ഒരു വ്യക്തിയുടെ അഭിരുചിയെയാണ്. ഇനി ഒരു പ്രത്യേക അഭിക്ഷമത വ്യക്തിയിൽ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തുന്ന ചോദ്യങ്ങളാണ് വിശേഷാഭിക്ഷമതാ പരീക്ഷകൾ. അതായത് നമുക്ക് ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ, ഒരു ആപ്റ്റിറ്റ്യൂഡ് നമുക്കൊരു കാര്യത്തിലുണ്ട്, പക്ഷേ അത് എത്രത്തോളമാണ്. ചിലപ്പോൾ വളരെ കൂടിയ അളവിൽ അതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ചിലർക്ക് ഒരു മീഡിയം ലെവലായിരിക്കും, ചിലർക്ക് കുറച്ച് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അളവ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വിശേഷാഭിക്ഷമതാ പരീക്ഷകൾ നമ്മൾ ചെയ്യുന്നത്. സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക അഭിക്ഷമത ഒരു വ്യക്തിയിൽ എത്രത്തോളം ഉണ്ട് അതിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിശേഷാഭിക്ഷമതാ പരീക്ഷകൾ അല്ലെങ്കിൽ സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സാറ്റ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് കുറച്ച് ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ശോധകമാണ് മിനസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ശോധകം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ശോധകമാണ് മിനസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ശോധകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ നമുക്കറിയാം, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഡോട്ടഡ് ആയിട്ട് കുറേ പോയിൻറ്റ്സുകൾ ഇടുന്നു, അതിനിടയിൽ ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 4 ലൈൻസ് ചേർത്ത് വെച്ചിരിക്കുന്നു, അതിനിടയിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ അത് മീനിങ് ഫുള്ളായിട്ട് ആ ഗ്യാപ്പുകൾ ക്ലോസ് ചെയ്തിട്ട് നമ്മളിപ്പം ഈ കുട്ടികളുടെ മാസികയിലൊക്കെ കണ്ടില്ലേ, ഡോട്ടുകൾ പൂരിപ്പിച്ച് രൂപം കണ്ടെത്തുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള അല്ലെങ്കിൽ നമുക്കൊരു ടാലൻറ്റ് വേണം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഉചിതമായിട്ടുള്ള രീതിയിൽ ആ ഡോട്ടുകൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഭാഗം ചേർത്തത് പൂർത്തിയാക്കാനുള്ള ഒരു ടാലൻറ്റ്, അതാണ് ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് മിനസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ശോധകം, മിനസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു വ്യക്തിയുടെ വിരൽ വേഗം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്നതാണ് ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. ഒരു വ്യക്തിയുടെ വിരൽ വേഗം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്ന ശോധകമാണ് ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. അപ്പോൾ ഇതിൽ നോക്കുന്നത് നമുക്ക് വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, നമ്മുടെ മണിബന്ധവും നമ്മുടെ വിരലുകളും കൈയും അതിൻ്റെ ആംഗിൾസും ഒക്കെ നന്നായിട്ട് ജോയിൻ ചെയ്ത് അതൊരു ഒത്തിണക്കത്തോടു കൂടി വർക്ക് ചെയ്ത് നമുക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ കണ്ണും കൈയും ഒക്കെ ഉള്ള ഒത്തിണക്കം, ഒരു കോർഡിനേഷൻ കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബോർഡ് ഉണ്ടായിരിക്കും. ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ബോർഡുണ്ട്, അതിൽ ചെറിയ ചെറിയ തുളകളിൽ പിന്നുകൾ ഇങ്ങനെ കുത്തിവെക്കും. അത് നമുക്ക് തിരിച്ചെടുക്കാനും കുത്തിവെക്കാനും ഉള്ള ആ ഒരു പ്രവർത്തനമാണ് ഇതിനകത്ത് നൽകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. വ്യക്തികളുടെ വിരൽ വേഗം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്ന ശോധകമാണ് ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. അപ്പോൾ ഒരു പ്രത്യേക അഭിക്ഷമത ഒരു വ്യക്തിയിൽ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയുണ്ടെന്ന് അളക്കുന്നതാണ് വിശേഷ അഭിക്ഷമതാ പരീക്ഷകൾ, സാറ്റ്, സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനുള്ളതാണ് മിനസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ശോധകം. നമ്മൾ പറഞ്ഞു ഡോട്ടുകൾ കംപ്ലീറ്റ് രൂപത്തിലേക്ക് ആക്കാനുള്ളതാണത്. ഇനി ഒരു വ്യക്തിയുടെ വിരൽ വേഗം എത്രത്തോളം ഉണ്ട്, നമുക്ക് ആ വിരൽ വേഗം എങ്ങനെയാണ്, നമ്മുടെ ആ കൈയുടെ ഒത്തിണക്കം, വിരലുകളും കൈയൊക്കെയുള്ള ഒരു ഒത്തിണക്കം എങ്ങനെയാണെന്ന് നോക്കുന്നതാണ് ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുക, അവയെക്കുറിച്ച് ധാരണകൾ രൂപപ്പെടുത്തുക, പ്രവർത്തന രീതി മനസ്സിലാക്കുക തുടങ്ങിയ കഴിവുകൾ വിലയിരുത്താനുള്ള ശോധകമാണ് യാന്ത്രികാഭിക്ഷമതാ ശോധകം അല്ലേ.
യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുക. ഇപ്പോൾ കമ്പ്യൂട്ടർ, ഇപ്പോൾ ഏതെങ്കിലും മെഷീൻസ് ചിലവർക്ക് കാണുമല്ലോ, ഇതുപോലുള്ള മെഷീൻസൊക്കെ കൈകാര്യം ചെയ്യാൻ നല്ല കഴിവായിരിക്കും അവർക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജും ഒക്കെ കാണും. അത് നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മെഷീൻസൊക്കെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നന്നാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തോ നമുക്ക് ഇതിനകത്തൊക്കെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ അവർ ആ ഫീൽഡിലുള്ളവരായിരിക്കത്തില്ല, അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് അവരത് പഠിച്ചൊക്കെ ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പോൾ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുക, അവയെക്കുറിച്ച് ധാരണകൾ രൂപപ്പെടുത്തുക, പ്രവർത്തന രീതി മനസ്സിലാക്കുക തുടങ്ങിയ കഴിവുകൾ വിലയിരുത്തണം. അത് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താനുള്ള ശോധകമാണ് യാന്ത്രികാഭിക്ഷമത ശോധകം. അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, യാന്ത്രികാഭിക്ഷമത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ക്ലറിക്കൽ ഗുണങ്ങളായ സൂക്ഷ്മത, കൃത്യത എന്നിവ പരിശോധിക്കുന്നതാണ് ക്ലറിക്കൽ അഭിക്ഷമത പരീക്ഷ. അപ്പോൾ ഒരു ക്ലറിക്കലായിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ നമുക്ക് സൂക്ഷ്മതയും കൃത്യതയും ഒക്കെ വേണം അല്ലേ. അത് എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നതാണ് ക്ലറിക്കൽ അഭിക്ഷമത ശോധകം, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സംഗീതത്തിലെ താളം, ശ്രുതി, സ്വരം തുടങ്ങിയ കഴിവുകളും ധാരണകളും പരിശോധിക്കാൻ ഉപയോഗിക്കുന്നതാണ് സംഗീതാഭിക്ഷമത ശോധകം. ഇപ്പോൾ മ്യൂസിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എത്രത്തോളം സംഗീതത്തിൽ അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സംഗീതത്തിൽ താളം, ശ്രുതി, സ്വരം ഇതൊക്കെ മനസ്സിലാക്കാനും നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണ് സംഗീതാഭിക്ഷമത ശോധകം എന്ന് പറയുന്നത്, മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു വ്യക്തിയെയോ ആശയത്തെയോ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള പ്രവണതയാണ് മനോഭാവം അല്ലെങ്കിൽ അഭിഭാവം, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് നമ്മൾ പഠിക്കുന്നു, അത് നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കത് വേണോ, അത് പഠിക്കണോ വേണ്ടയോ, നമ്മൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അല്ലേ, നമ്മുടെ മനോഭാവമാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെയോ ഒരാശയത്തെയോ സ്വീകരിക്കണോ തിരസ്കരിക്കണോ എന്നുള്ള ഒരു പ്രവണത, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു യെസ് ഓർ നോ വരുന്ന ആ ഒരു സ്വീകരിക്കണോ, അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ തീരുമാനിക്കുന്നതാണ് മനോഭാവം അല്ലെങ്കിൽ അഭിഭാവം എന്ന് പറയുന്നത്. ഇനി ഒരു വ്യക്തിക്ക് ഏത് മേഖലയിലാണ് അഭിക്ഷമതയുള്ളതെന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ശോധകമാണ് വിഭേദകാഭിക്ഷമത പരീക്ഷ, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ എന്താണ്, വിശേഷാഭിക്ഷമത പരീക്ഷയാണ് അല്ലേ, സാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇൻട്രസ്റ്റ്, എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു അളവ്, ഇൻറ്റൻസിറ്റി അളക്കാനാണ്. എന്നാൽ ഇത് ഏത് മേഖലയിലാണ് എന്ന് അളക്കാനാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിഭേദകാഭിക്ഷമത പരീക്ഷ ഉപയോഗിക്കുന്നത്. മറ്റേത് ഒരു മേഖലയിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പരന്ന് കുറേ മേഖലകൾ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ +2 കഴിഞ്ഞിട്ടൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡൻസിനോട് ചോദിക്കും അല്ലേ, നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് ഇഷ്ടം എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഏതാണ്, വിഭേദകാഭിക്ഷമത പരീക്ഷയാണ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ചെയ്യുന്നത്, വിഭേദകാഭിക്ഷമത പരീക്ഷ. ഇനി മുമ്പേ പറഞ്ഞ എന്താണ്, ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് എടുത്തു, ഇപ്പോൾ എഞ്ചിനീയർ അല്ലെങ്കിൽ മെഡിസിൻ എടുത്തു, മെഡിസിനിൽ ഏത് ഫീൽഡിലാണ് നമുക്ക് ഇൻട്രസ്റ്റ്, അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ തോത് എത്രയാണെന്ന് അറിയാനായിട്ടാണ് സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് ഏത് മേഖലയിലാണെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇനി കുറച്ച് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാണ്. ഒന്നാമത്തേത് ഭാഷാപര യുക്തി ചിന്തനം, വെർബൽ റീസണിംഗ് ആണ്. ഭാഷാപര യുക്തി ചിന്തനം, വെർബൽ റീസണിങ് ഒരു ഡാറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഭാഷാപര യുക്തി ചിന്തനം, VR എന്ന് ഷോർട്ടാക്കി പറയും, വെർബൽ റീസണിങ്. രണ്ടാമത്തേത് സാംഖിക ശേഷി ചിന്ത, അത് ന്യൂമറിക്കൽ എബിലിറ്റിയാണ് അല്ലേ, നമ്പേഴ്സൊക്കെ വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ എബിലിറ്റി. ആ മേഖലയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അടുത്തത് അമൂർത്ത യുക്തി ചിന്തനം. അമൂർത്ത യുക്തി ചിന്തനം എന്ന് പറയുന്നത് നമുക്കറിയാം അബ്സ്ട്രാക്റ്റ് റീസണിംഗ് ആണ്. അമൂർത്ത യുക്തി ചിന്തനം അബ്സ്ട്രാക്റ്റ് റീസണിംഗ് ആണ്. ഇനി അടുത്തത് നെക്സ്റ്റ് വരുന്നത് ഫോർത്തായിട്ട് വരുന്നത് പരിമിതി ബന്ധങ്ങളാണ്. സ്ഥലപരിമിതി ബന്ധങ്ങൾ, അത് സ്പേസ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്ഥലപരിമിതി ബന്ധങ്ങൾ, സ്പേസ് റിലേഷൻസ് ആണ് സ്ഥലപരിമിതി ബന്ധങ്ങൾ. അതൊക്കെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് യാന്ത്രിക യുക്തി ചിന്തനമാണ്, MR എന്ന് പറയും. യാന്ത്രിക യുക്തി ചിന്തനം, മെക്കാനിക്കൽ റീസണിങ്, മെക്കാനിക്കൽ ഏരിയയായിട്ട് നമ്മൾ മുമ്പേ അതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്, ഇൻറ്റൻസിറ്റി എത്ര ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞതാണ്. അതുപോലെ ആ മേഖലയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, മെക്കാനിക്കൽ മേഖലയിൽ നമ്മുടെ ഇൻട്രസ്റ്റ് നോക്കുന്നതാണ് യാന്ത്രിക യുക്തി ചിന്തനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിക്സ്ത് വൺ എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ വേഗതയും കൃത്യതയും, ക്ലറിക്കൽ സ്പീഡും ആക്യുറസിയും. ആ ക്ലറിക്കൽ എബിലിറ്റി ആ ഒരു ഏരിയയിലുണ്ടോ, അതിൽ എത്രത്തോളം ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങൾ ആ ഒരു ഏരിയ അതിനോട് നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ക്ലറിക്കൽ വേഗതയും കൃത്യതയും, CSA എന്ന് പറയും, ക്ലറിക്കൽ സ്പീഡ് ആൻഡ് ആക്യുറസി. സെവൻത്ത് വൺ എന്ന് പറയുന്നത് ഭാഷാ പ്രയോഗമാണ്. അതിൽ തന്നെ അക്ഷര കൃത്യത, സ്പെല്ലിങ് കറക്റ്റായിട്ട് വരുന്നതെന്നുണ്ടാണ്, LUS എന്ന് പറയും. ലാംഗ്വേജ് യൂസേജ്, സ്പെല്ലിങ്ങിൻ്റെ ഏരിയ ആണ്. അതായത് ഭാഷാ പ്രയോഗത്തിൽ തന്നെ അക്ഷരങ്ങൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. സ്പെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, ലാംഗ്വേജിൽ സ്പെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. ഇനി ലാസ്റ്റ് വൺ ഭാഷാ പ്രയോഗത്തിലെ വ്യാകരണം.
അപ്പോൾ സ്പെല്ലിംഗ് മാത്രമല്ല ഗ്രാമറും ഉണ്ടല്ലോ. അപ്പോൾ ഭാഷാ പ്രയോഗത്തിൽ വ്യാകരണം ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് LUG എന്ന് പറയുന്നത്, ലാംഗ്വേജ് യൂസേജിൽ ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡാറ്റിൻ്റെ ഇതിൽ വരുന്നത്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്ന കുറച്ച് ടെസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. അത് എന്തൊക്കെയാണെന്നുള്ള അതിൻ്റെ ഒരു ടൈറ്റിൽ എന്താണെന്നുള്ളത് നമുക്ക് ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള അഭിക്ഷമത പരീക്ഷകൾ കൊണ്ട് നമുക്ക് ഒരു ജോലിക്ക് നമുക്കൊരു ജോലിക്ക് ഒരുപാട് പേര് അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കാനായിട്ട് ഈ അഭിക്ഷമതാ പരീക്ഷകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിക്ഷമതാ പരീക്ഷകൾ, കാരണം അവർക്കതിൽ ടാലൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവരെ എടുത്താൽ മതിയല്ലോ. കഴിവില്ലാത്ത അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെ വെറുതെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി മാർഗ്ഗനിർദ്ദേശങ്ങളും വിദഗ്ധോപദേശങ്ങളും ഒക്കെ നൽകാനായിട്ട് എന്ത് വേണം? ഈ അഭിക്ഷമതാ പരീക്ഷ നടത്തി അവർക്കതിൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഗൈഡൻസ് കൊടുക്കാമല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു യൂസേജായിട്ട് നമുക്ക് കരുതാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത്, ഒരു വ്യക്തിക്ക് അധ്യാപന വൃത്തിയോടുള്ള അഭിഭാവം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു വ്യക്തിക്ക് അധ്യാപന വൃത്തിയോടുള്ള അഭിഭാവം നിർണ്ണയിക്കുന്നതിനായിട്ട് അഭിഭാവ സ്കെയിൽ നിർമ്മിച്ച വ്യക്തി തേഴ്സ്റ്റൺ എന്ന് പറഞ്ഞ ആളാണ്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ടീച്ചിങ് എബിലിറ്റി എത്രത്തോളം ഉണ്ട്, ആ ഒരു ജോലിയോട് നമുക്ക് എത്രമാത്രം അഭിഭാവമുണ്ട് എന്ന് നമുക്ക് നമ്മുടെ മനോഭാവം എന്താണ്, അഭിഭാവം എങ്ങനെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള സ്കെയിൽ നിർമ്മിച്ചത് തേഴ്സ്റ്റൺ ആണ്. ഒരു വ്യക്തിക്ക് അധ്യാപന വൃത്തിയോടുള്ള അഭിഭാവം നിർണ്ണയിക്കുന്നതിനായി അഭിഭാവ സ്കെയിൽ ഡെവലപ്പ് ചെയ്തത് തേഴ്സ്റ്റൺ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അഭിക്ഷമതാ പരീക്ഷകളിലെ പ്രധാനപ്പെട്ടതും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.